നമശിവായ. നമസ്കാരം. ഗീതാ ഹൃദയത്തിലേക്ക് എല്ലാ മിത്രങ്ങൾക്കും സ്വാഗതം. സ്ഥാവരം ജംഗമം വ്യാപ്തം യത്കിഞ്ചിത് സചരാചരം തൽപദം ദർശിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. നാം ഇപ്പോൾ ഭഗവത്ഗീതയുടെ 4-ാം അധ്യായത്തിൻ്റെ 8 ശ്ലോകം വരെയാണ് ജ്ഞാനകർമ്മ സന്യാസ യോഗത്തിൻ്റെ 8 ശ്ലോകം വരെ ശ്രദ്ധിച്ചിട്ട് ജീവാത്മാവിനെയും പരമാത്മാവിനെയും പറ്റി പറഞ്ഞു. അത് കഴിഞ്ഞ് ശങ്കരഭാഷ്യം ആണ് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. ശങ്കരഭാഷ്യത്തിന് ഒരു പൂർവപക്ഷവും അതിൻ്റെ ഭഗവാന്റെ ശങ്കരാചാര്യരുടെ മറുപടിയുമാണ് നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞത്. അതിൻ്റെ തുടർച്ചയായിട്ട് ഉള്ള ഭാഗം നമുക്ക് നോക്കാം. നാം അവസാനം ശ്രദ്ധിച്ച ഭാഗം ശങ്കരഭാഷ്യത്തിൽ പറഞ്ഞത് മുക്തിയിൽ നിന്ന് ജീവാത്മാവ് കൽപ്പത്തിന് ശേഷം പുനർജനിക്കുമെന്ന് ശങ്കരാചാര്യർ പറഞ്ഞതോടെ തന്നെ ജീവനും ബ്രഹ്മവും ഒന്നാണെന്ന വാദം ചീട്ടുകൊട്ടാരം പോലെ തകർന്നു വീഴുന്നതാണ് നാം കണ്ടത്. ഈ ശങ്കരഭാഷ്യത്തിനൊടുവിൽ ഗീതാപ്രസംഗകാരൻ നൽകിയ ഒരു കുറിപ്പുണ്ട്. അതുകൂടി ചേർത്താൽ എല്ലാം ശുഭം. ശ്രദ്ധിക്കാം നമുക്കത്. ഇവിടെ ബ്രഹ്മലോകത്തിൽ നിന്ന് പുനരാവൃത്തി എന്ന് പറഞ്ഞിട്ടുള്ളതിന് വീണ്ടും ജീവാത്മാവ് സംസാര ബന്ധത്തിൽ വന്നുപെടുന്നു എന്നല്ല അർത്ഥം. അവരുടെ പുനരാഗമനം ഭഗവത് പ്രേരണയാൽ വിശ്വപ്രവൃത്തിയുടെ നിയന്ത്രണത്തിനും സന്തുലനത്തിനും വേണ്ടി ആണ്. അഥവാ അവർ ഭഗവാന്റെ അവതാര ലീലകളുടെ പ്രതിരൂപമായി മാറുന്നു. അവർ ജന്മമെടുത്താലും മുക്തരാണ്. നാരദർ, വസിഷ്ഠർ, അർജുനൻ തുടങ്ങിയവരെല്ലാം ഈ കോടിയിൽപ്പെടുന്നു. ഇവരുടെ ജന്മം കർമ്മ ബന്ധനത്തിന് വേണ്ടിയല്ല, മറിച്ച് ഭഗവത് കാര്യത്തിൻ്റെ നടത്തിപ്പിന് വേണ്ടിയാണ്. ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ പേര് ഈ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയത് എന്തിനാണെന്ന് അറിയില്ല. ഏതായാലും നാം ഇവിടെ ചർച്ച ചെയ്യുന്ന ഗീതയിലെ 5 മുതൽ 8 വരെ ശ്ലോകങ്ങളിൽ യഥാർത്ഥത്തിൽ എന്താണ് വിശദമാക്കുന്നത് എന്നതിൻ്റെ രഹസ്യം ഇവിടെ വെളിവാകുന്നു. നാം ശ്രദ്ധിച്ചു കഴിഞ്ഞാണെന്നില്ല. 8-ാം ശ്ലോകത്തിൽ പരിത്രാണായ സാധൂനാം എന്ന് തുടങ്ങുന്നില്ലേ എന്ന് പറയുന്നത് എങ്ങനെ അവതാരങ്ങൾ ജന്മമെടുക്കുന്നു എന്നതിൻ്റെ കൃത്യമായ ഉത്തരം നമുക്കിവിടെ ലഭിച്ചു കഴിഞ്ഞു. ബൃഹദാരണ്യ ഉപനിഷത്തിലും അതിൻ്റെ ശ്രീ ശങ്കര ഭാഷ്യത്തിലും പറഞ്ഞിരിക്കുന്ന മുക്തിയിൽ നിന്നുള്ള തിരിച്ചുവരവിൻ്റെ പ്രമാണം വേദങ്ങളിലും കാണാം. വേദം നിത്യമായ പ്രമാണമാണെന്ന് ഏവരും അംഗീകരിക്കുന്നുണ്ടല്ലോ. അഥർവവേദത്തിൽ പറയുന്നത് നമുക്ക് ശ്രദ്ധിക്കാം. അഥർവവേദത്തിൽ പറയുന്നത് പൂർണ്ണ ജിതേന്ദ്രിയനായ പുരുഷൻ മുക്തനായിത്തീരുന്നു. എന്നാൽ എപ്പോഴാണോ ധർമ്മഗ്ലാനി സംഭവിക്കുന്നത് അപ്പോൾ ലോകഹിതത്തിനായി ശരീരം ധരിച്ച് ഈ ലോകത്ത് വന്ന് വസിക്കുന്നു. അവ്യയമെന്ന് ആത്മാവിനെ വിവരിക്കുന്നുണ്ട് 6-ാം ശ്ലോകത്തിൽ. വികാരരഹിതനെന്നർത്ഥം അവ്യയമെന്ന് പറഞ്ഞാൽ. ഋഗ്വേദത്തിലും ഓരോ പോലെ പറയുന്നുണ്ട്. ജീവാത്മാവ് അവ്യയവും അജരവും അമരവുമാണെന്ന വേദവാക്യമാണ് 6-ാം ശ്ലോകത്തിൻ്റെ മുഖ്യമായ താല്പര്യം. ഭൂതാനാം ഈശ്വര എന്ന പദം കേൾക്കുമ്പോൾ പരമാത്മാവിനെക്കുറിച്ചാണ് വിവരണമെന്ന് തെറ്റിദ്ധരിക്കുന്നവരുണ്ട്. എന്നാൽ ഇവിടെ ഈശ്വര ശബ്ദത്താൽ പരമേശ്വരൻ എന്ന് അർത്ഥമെടുക്കരുത്. പ്രപഞ്ചത്തിൻ്റെ സ്വാമിയായ പരമനായ ഈശ്വരനാണ് പരമാത്മാവ്. ശരീരം പഞ്ചഭൂതാത്മകമാണ്. ആ പഞ്ചഭൂതങ്ങളുടെ ഈശ്വരൻ ജീവാത്മാവാണ്. പഞ്ചഭൂത രൂപങ്ങളെ ജയിക്കുന്ന ജീവാത്മാവ് ഭൂതജയി ആകുന്നുവെന്നും ഭൂതജയത്തിലൂടെ യോഗിക്ക് അണിമ, ലഘിമ തുടങ്ങിയ 8 ഐശ്വര്യങ്ങൾ പ്രാപ്തമാകുന്നുവെന്നും